പല കാലഘട്ടങ്ങളിലായി ഒരുപാട് തവണ പലരാൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതും ഔദ്യോഗികമായും അല്ലാതെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും എന്നാൽ നമ്മൾ ഇപ്പോഴും ഏറ്റവും ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്നതുമായ ഒരു വിഷയമാണ് ലോകാവസാനം, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി. ഞാനിന്ന് നിങ്ങളോട് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഈയിടെ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്രെയിൻസ്വർത്തിന്റെ നേതൃത്വത്തിൽ സമീപകാലത്ത് നടത്തിയ ലോകാവസാനത്തെപ്പറ്റിയുള്ള ശ്രദ്ധേയമായ ഒരു പഠനത്തെപ്പറ്റിയാണ്. ഉയർന്ന താപനിലയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും 250 മില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയെ പൂർണ്ണമായും നാശത്തിലേക്ക് നയിക്കുമെന്നാണ് ജിയോ സയൻസ് നേച്ചറിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇവരുടെ പഠനത്തിന്റെ ഹ്രസ്വരൂപം. അതായത് നിത്യഹരിതമായ നമ്മുടെ ഭൂമിയിൽ കരയിലും കടലിലും ഒരു ജീവജാലങ്ങൾക്കും നിൽക്കാനാകാത്ത വിധം ദുർഘടമായ ഒരു ദിവസം വരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. പൂർണ്ണമായ നാശത്തിന്റെ ഒരു ദിനം, എ ഡേ ഓഫ് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ. ഇതേപ്പറ്റി നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴിതാ ആ ദിവസം ഏതാണെന്ന് വരെ കൃത്യമായി പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നു. കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ ആ സമയത്ത് ഭൂമിയുടെ താപനില 70 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പറയപ്പെടുന്നത്. അസഹനീയമായ ചൂടിൽ ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും നാമാവശേഷമാകും. അമിതമായ കാർബണിന്റെ പുറന്തള്ളൽ ഇതിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു സാഹചര്യമാണ് ദിനോസറുകൾ ഇല്ലാതെയാകുവാൻ കാരണമായതെന്നുമാണ് പറയപ്പെടുന്നത്. ഭൂമിയുടെ ഉത്ഭവത്തിന്റെ ചരിത്രം നോക്കിയാൽ 330 മുതൽ 170 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ പാൻജിയ എന്നു പേരുള്ള ഒരൊറ്റ ഭൂഖണ്ഡം അല്ലെങ്കിൽ സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു ഭൂമിയിൽ നിലനിന്നിരുന്നത്. ഇന്നത് പല ഭൗമ പ്രക്രിയകളിലൂടെ നമുക്കറിയാവുന്ന 7 ഭൂഖണ്ഡങ്ങളായും വിഘടിച്ചു. എന്നാൽ ഇനിയും ഒരു 250 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഇവ കൂടിച്ചേർന്ന് പാൻജിയ അൾട്ടിമ എന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റായി മാറുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. ഇങ്ങനെയുള്ള ഭൂമി ആദ്യം ചൂടുപിടിക്കുകയും പിന്നീട് വറ്റിവരണ്ട് വാസയോഗ്യമല്ലാതാവുകയും ചെയ്യുമത്രേ. കൂടാതെ ഭൂമിയിലുള്ള 1500ഓളം വരുന്ന അഗ്നിപർവ്വതങ്ങൾക്ക് ഈ ചൂട് താങ്ങുവാനാകാതെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി ഭൂമിയുടെ മുഴുവൻ ശ്വസന വ്യവസ്ഥയെയും വിപരീതമായി ബാധിക്കുകയും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത കുറയ്ക്കുകയും അങ്ങനെ ഭൂമിയിലെ ജീവന്റെ അവസാന ശേഷിപ്പും തുടച്ചു നീക്കുകയും ചെയ്തേക്കാമെന്നുമൊക്കെയാണ് നിഗമനങ്ങൾ. 2023 നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച തന്റെ പഠനത്തെപ്പറ്റി അലക്സാണ്ടർ ഫ്രെയിൻസ്വർത്ത് പറയുന്നത് ഇപ്രകാരമാണ്: അതിതീവ്രമായ ഉഷ്ണതരംഗങ്ങൾ ഭൂമിയിലെ ജീവൻ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും നിലവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇരട്ടി അളവ് ആളുകൾ സ്ട്രോക്ക് കാരണം മരണപ്പെടുന്നതിന് ഇടയാക്കും എന്നുമാണ്. കൃത്യമായി പറഞ്ഞാൽ 40 ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ജീവികളിലെ ശ്വാസോച്ഛ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുകയും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഓക്സിജൻ കിട്ടാതെ മരിക്കുകയും ചെയ്യും. ചിലപ്പോൾ പാൻജിയ അൾട്ടിമ എന്ന സൂപ്പർ കോണ്ടിനെന്റിന്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ മാത്രമായിരിക്കും വാസയോഗ്യമായ ചില പ്രദേശങ്ങളെങ്കിലും അവശേഷിക്കുവാൻ സാധ്യതയുള്ളത്. ഇത്തരമൊരു വിഷയം വളരെ ശ്രദ്ധയോടെ നമ്മൾ ചർച്ച ചെയ്യുകയും ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഫൈക്കസ് മീഡിയ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കൂ.